ഓരോ സമയത്തും എന്താണ് റാന്നിയിൽ സംഭവിക്കുന്നത്, അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വിളിക്കുകയായിരുന്നു. അതിന് ഞാൻ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നാടിൻ്റെ കടപ്പാട് അദ്ദേഹത്തെ അറിയിക്കുന്നു. അടുത്തതായി അദ്ദേഹത്തിൻ്റെ നമ്മുടെ ബഹുമാനനായ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് ഇവിടെയുണ്ട്. അദ്ദേഹം ആദ്യ ദിവസം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനം നൽകുന്നു. ബഹുമാനായ അടൂർ MLA ശ്രീ CV ശാന്തകുമാറുണ്ട്. ബഹുമാനായ ജില്ലാ കളക്ടർ ശ്രീ നിസാമുദ്ദീനുണ്ട്. ബഹുമാനായ ജില്ലാ പോലീസ് സൂപ്രണ്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് കൊച്ചുപറമ്പിലുണ്ട്. എല്ലാവരുമുണ്ട്. ഇനി ശാന്തമായി വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്കിത് പൂർത്തീകരിക്കണം. ഇതുവരെ റാന്നിയിൽ മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ സമാധാനപൂർവ്വം, കാഷ്വാലിറ്റി ഇല്ലാതെ, ഒരാൾക്കും പരാതിയില്ലാതെ ഇതുവരെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും കൊണ്ടാണ്. എല്ലാവരും സഹകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും, പൊതുപ്രവർത്തകന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും സഹകരിച്ചു. ആ സഹകരണ മനോഭാവം ഇനിയും ഉണ്ടാകണം. നമ്മൾ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും ധാരാളം പ്രതീക്ഷിക്കുന്നു. റാന്നിയുടെ കണ്ണീരൊപ്പാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നിരന്തരമായ പ്രശ്നങ്ങൾ പലതും റാന്നിക്കുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തീർന്നേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്നോട് ഇന്നൊരു വീട്ടിൽ പോയപ്പോൾ ഒരു അമ്മയോട് ചോദിച്ചത്, എന്തിനാണ് ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നതെന്നാണ്. അവിടെ എന്തിരിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാണ്. അതാണ് വ്യാപാരികളും ചോദിക്കുന്നത്. ഈ നിസ്സഹായാവസ്ഥയാണ് റാന്നിക്കാരുടെ മനസ്സിലുള്ളത്. അവർ ഈ നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ്. ബഹുമാനായ മുഖ്യമന്ത്രി, അങ്ങയ്ക്ക് ഇത് മനസ്സിലാകും. ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങ് അത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത രീതി ഞങ്ങൾക്കറിയാം. ഏറ്റെടുത്ത വൈകാരികത ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് റാന്നിയോട് അങ്ങ് അനുഭാവപൂർവ്വം പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ നിവേദനം സ്വീകരിക്കൽ ആരംഭിക്കുകയാണ്. ആദ്യം ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളായ വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രതികൾ കടന്നു വരണം. അവരിൽ നിന്നും അദ്ദേഹം നിവേദനം സ്വീകരിക്കും. മറ്റുള്ളവരെല്ലാം ഇരിക്കണം. ആരും ഇങ്ങോട്ട് വരണ്ട. വ്യാപാരി സംഘടനാ പ്രതിനിധികൾ മാത്രം. നിൽക്കുന്നവർ അല്പം പുറകിലേക്ക് ലൈനായിട്ട് നിൽക്കണേ. തിരക്കുണ്ടാക്കാതെ നിൽക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും കാണാനുള്ള അവസരം കിട്ടും. അടുത്തതായി ഓരോരുത്തരായി വരണം. തിക്കും തിരക്കും ഉണ്ടാക്കരുത്. എല്ലാവരിൽ നിന്നും, ഇവിടെ വന്നിട്ടുള്ള അവസാനത്തെ ആളിൽ നിന്നും പരാതി സ്വീകരിക്കും. ആദ്യം ഈ ദുരന്തത്തിന് ഇരയായവർ, മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം പരാതി സ്വീകരിക്കും. പക്ഷേ കസാറയൊന്ന് മാറ്റിക്കൊടുത്ത ഇവർക്ക് അതുവഴി പുറകോട്ട് പോകാൻ പറ്റുമായിരുന്നു. പുറകോട്ടൊരു വഴി ആ മൂലയ്ക്കൂടെ പുറകോട്ട്, അല്ലെങ്കിൽ ഇവിടെ വലിയ തിക്കും തിരക്കുണ്ടാവും. ആളുകൾ നിവേദനം കൊടുത്തിട്ട് ഇടതുവശത്തൂടെ, ഹോളിൻ്റെ ഇടതുവശത്തൂടെ പുറകോട്ട് പോകണം. തിക്കും തിരക്കും കൂട്ടണ്ട. മുഖ്യമന്ത്രി എല്ലാവരുടെയും നിവേദനം മേടിച്ചതിന് ശേഷമേ പോകത്തുള്ളൂ. തിക്കും തിരക്കും കൂട്ടണ്ട. നിവേദനം കൊടുത്തിട്ട് ഇടതുവശത്തൂടെ ആ സ്പീക്കറിൻ്റെ സൈഡിൽ കൂടെ പുറകോട്ട് പോകണം. ചുരുക്കി പറയാം.